നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും ഗവൺമെൻറ്. അതാണ് ഗവൺമെൻറ് സ്റ്റാൻഡ്. അത് കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് ആശങ്കകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെൻറ് ഒരു ആശങ്കയില്ല. വളരെ പ്രോപ്പറായിട്ട് ഗവൺമെൻറ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അറസ്റ്റിലായ ഒരുപാട് പേര് MLA-മാരായി തുടരുന്നുണ്ടല്ലോ. അതിപ്പോൾ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റൂ. അറസ്റ്റിലായ ഒത്തിരി പേര് ഈ കേരളത്തിൽ ഇപ്പോഴും MLA-മാരായിട്ട് കേരള നിയമസഭയിൽ ഇരിപ്പുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അറസ്റ്റിലായെങ്കിൽ അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. കുറ്റവാളിയാകുന്ന എപ്പോഴാണ്? കുറ്റത്തെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പാകെ കേസ് വന്ന് അത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് കോടതി ഒരു നിഗമനത്തിലെത്തുമ്പോൾ കുറ്റവാളിയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കുറ്റത്തിൻ്റെ അടിസ്ഥാന നടപടികളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് രാജിവെക്കാൻ പറ്റുമോ? അത് സ്വീകരിക്കാനുള്ള നിലപാടല്ലോ. അത് പാർട്ടി വളരെ വ്യക്തമായ കാര്യത്തിൽ സ്റ്റാൻഡ് എടുത്തല്ലോ, പറഞ്ഞല്ലോ. അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനത്താണെങ്കിൽ ഓക്കെ. അന്വേഷണത്തെ സ്വാധീനിക്കുന്ന ഒരു സ്ഥാനത്തല്ല MLA സ്ഥാനം എന്ന് പറഞ്ഞാൽ. അത് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം വന്നു, ഒരാക്ഷേപം വന്നു. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു, കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, അദ്ദേഹം കോടതിയിൽ പോയി, കോടതി ജാമ്യം കിട്ടി. തുടർ നടപടികളിലേക്ക് പോയതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒരു ജുഡീഷ്യൽ ബോഡി അല്ല അർദ്ധ ജുഡീഷ്യൽ ബോഡി അതിൻ്റെ നിയമപരവും സാങ്കേതികമായ കാര്യങ്ങൾ അവർ നിശ്ചയിക്കും. ആ കാര്യത്തിൽ ഗവൺമെൻറ്റും ഒരു വിധത്തിൽ ഇടപെടാൻ പാടില്ല. ഗവൺമെൻറ് ഇടപെടത്തുമില്ല. ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേകിച്ച് 4 പ്രധാനപ്പെട്ട വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ടീമിനെ വെച്ചു. നല്ല തരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നല്ല തരത്തിൽ വരട്ടെ. അത് നമ്മളിപ്പോൾ പ്രയാസപ്പെടേണ്ട. അന്വേഷണത്തിൻ്റെ ഭാഗമായി ആർക്കും പരാതി കൊടുക്കാമെന്ന് ഗവൺമെൻറ്റിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ പരാതിക്കാരായ ധാരാളം ആളുകൾ സമീപിക്കുന്നുണ്ട്, അവരതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് കോടതിയിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾ പറയും. അതനുസരിച്ച് ഗവൺമെൻറ് മുന്നോട്ട് പ്രവർത്തിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ അതിനൊക്കെ പിടികൂടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ പിടികൂടും, എന്നും സംശയമൊന്നും വേണ്ട. അതൊക്കെ നിങ്ങളിങ്ങനെ പറയുകയാണ്, ഒരാൾ ഇങ്ങനെ പിടികൂടാൻ ഗവൺമെൻറ് എന്താ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇല്ല. അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഒരാളിൻ്റെ പേരിൽ ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, അല്ല ജാമ്യം നിഷേധിച്ചു. അദ്ദേഹം നിയമത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടണം എന്നതാണല്ലോ നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അത് ആവശ്യമായ നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്, പോലീസ് സ്വീകരിക്കുന്നുണ്ട്, നടപ്പാക്കും. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല.